ഹീനപാത്രമായ എന്നെ മാനപാത്രമാക്കുക. മേക്ക് മീ എ വെസൽ ഓഫ് ഓണർ. വേദപുസ്തകത്തിൽ 2 തിമോത്തിയിലാണ് ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്. 2 തിമോത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ ഇങ്ങനെയാണ്, 2-ാം അധ്യായത്തിൻ്റെ 20 തൊട്ട്. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉടമസ്ഥനും ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. നമ്മൾ ഹീനപാത്രത്തിനെ മാനപാത്രമാക്കാനുള്ള ഒരാഗ്രഹമാണ് ഇതുകൊണ്ടുണ്ടാകേണ്ടത്. ഹീനപാത്രം എന്ന് പറയുമ്പോൾ മനുഷ്യരാരും അറിഞ്ഞുകൊണ്ടല്ല തിന്മ ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പ്രവർത്തികളിൽ കൂടെയും നമ്മുടെ ചിന്തകളിൽ കൂടെയും പല കാര്യങ്ങളും നമ്മൾ ദൈവത്തിന് ഹിതമല്ലാത്തത് ചെയ്യും, മറ്റുള്ളവർക്ക് ഹിതമല്ലാത്തതും ചെയ്യും. നമ്മളൊരു ഹീനപാത്രമാകാൻ വളരെ എളുപ്പമാണ് ഈ ലോകത്തിൽ. പക്ഷേ ഈ ഹീനപാത്രമാകുന്ന നമ്മളെ മാനപാത്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുക. കാരണം എൻ്റെ യജമാനൻ എന്നെ കുറിച്ച് ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. ദ ലിറ്റ്മസ് ടെസ്റ്റ് ഈസ് ദാറ്റ്. എൻ്റെ യജമാനൻ എന്നെക്കൊണ്ട് എന്ത് പറയുന്നു. എൻ്റെ യജമാനന് മാനപാത്രമാണ്. അതായത് ഒരു വീട്ടിൽ പല പാത്രങ്ങളുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചിലത് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കും, നല്ല കാര്യങ്ങൾ. ചിലത് മലിനതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ശരിയല്ലേ? പുറത്തുള്ള ബക്കറ്റ് നമ്മൾ വീട്ടിനകത്ത് ഉപയോഗിക്കില്ല. ഭക്ഷണം കഴിക്കുന്ന പാത്രം നമ്മൾ ഒരിക്കലും പുറത്തു കൊണ്ടുപോയി ഇടത്തില്ല. അപ്പം ഓരോ പാത്രത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാക്യത്തിനകത്ത് പറയുന്നത്, നമ്മൾ തിന്മയായതിനെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും. തന്നെത്താൻ എല്ലാവരും വെടിപ്പാക്കുന്ന നല്ല ഇവിടെ എഴുതി തന്നെത്താൻ, ഇത് ആഗ്രഹം ഇടുകയാണ്. തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്ക് ഒക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. നമ്മൾ വീടുകളിലൊക്കെ നല്ല വില പിടിപ്പുള്ള പാത്രങ്ങൾ ഗസ്റ്റ് വരുമ്പോഴേ, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രമാണിയായിട്ടുള്ള ആത്മ ആ പാത്രങ്ങളിൽ തന്നെ ഭക്ഷണം സെർവ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ പാത്രം പ്രഷ്യസാണ്, നന്മയ്ക്കാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യ അറാംകോയിൽ താമസിക്കുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഒരു പഞ്ചാബികൾ ക്രിസ്ത്യൻസ് ആയവരാണ്. ഭക്ഷണം ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അപ്പോൾ അവർ ചെറിയ കാര്യങ്ങൾ, ഇപ്പം പരിപ്പായിരിക്കും, ചിലപ്പം പൊട്ടാറ്റോ ആയിരിക്കും, ഉരുളക്കിഴങ്ങായിരിക്കും, അതൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല പാത്രത്തിൽ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കും, ഇവരെന്താണ് ഇത്ര കാര്യമായിട്ട് ഇത് കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന രീതി കാണുമ്പം നമുക്ക് ആ ഭക്ഷണത്തിനോട് ഇഷ്ടം തോന്നും. നല്ല പാത്രത്തിൽ. അതാണ് നമ്മളെ തന്നെ നല്ല പാത്രമാക്കി കൊണ്ടുനടക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്, വല്ലവരുടെയും അല്ല. എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. എൻ്റെ ഉടമസ്ഥനായ ദൈവത്തിന് മാനപാത്രമാക്കി എന്നെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഈ ജെറമായ പ്രവാചകനകത്ത് 18-ാം അധ്യായത്തിൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ആ കളിമണ്ണിനകത്ത് ഒരു അഴുക്കുമില്ല. ആ കളിമണ്ണ് എത്രയോ നേരം കൊണ്ട് അവരത് സ്വിഫ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്ത് കീടങ്ങളെല്ലാം അത് നല്ലവണ്ണം അരിച്ചെടുത്ത് കളഞ്ഞിട്ട് അത് നല്ല മനോഹരമായ മണ്ണ് അതിനകത്താണ് പിന്നെ അവർ, അല്ലെങ്കിൽ ഈ ചെളിയാണെങ്കിൽ പോലും അതിനകത്തെ ചെറിയ കരട് പോലും അവരെടുത്ത് മാറ്റും. കാരണം ദാറ്റ് വിൽ ബി, അത് മാറി ചെയ്യും. അതിന് ആ പാത്രം ഉണ്ടാക്കുമ്പോൾ അത് വിടുന്ന പാത്രം കേടായിപ്പോവും. അതുകൊണ്ട് എത്ര ശ്രദ്ധയോടുമാണ് ആ കളിമണ്ണ് പോലും എടുക്കുന്നത്. കളിമണ്ണ് എടുത്തിട്ട് ഈ കളിമണ്ണ് എത്ര പ്രാവശ്യം ആ കൈ കൊണ്ട് അല്ലെങ്കിൽ കാലുകൊണ്ട് കുഴച്ച് അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് അഴുക്കെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് തൻ്റെ
ഇഷ്ടമുള്ള പാത്രമാക്കുവാൻ വേണ്ടി അവൻ ആ കളിമണ്ണിനെ എടുത്ത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. യേശു പറയുന്ന ഒരു ഭാഗമാണ്. യേശു അല്ല, പിതാവാം ദൈവം എല്ലാ യേശുവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ഒരുപോലെ പഴയ നിയമത്തിലുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് യേശു ഞാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, എൻ്റെ മനസ്സിൽ എപ്പോഴും യേശു നിൽക്കുന്നുണ്ട് അങ്ങനെ പറയുന്നത്. ദൈവം തമ്പുരാൻ പറഞ്ഞു, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്യുന്നു എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയില്ലയോ? ആ കർത്താവ് പറയുന്നത്, ഇസ്രായേൽ ഗൃഹം കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിലിരിക്കുന്നു. ഞാൻ ഒരു ജാതിയെക്കുറിച്ച് ഒരു രാജ്യത്തെക്കുറിച്ച് അതിനെ പറിച്ചിടുകയും ഇടിച്ച് നശിപ്പിക്കുകയും ഇടിച്ച് നശിപ്പിച്ച് കളയെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തൻ്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും. അപ്പം ദൈവം പറയുന്നു, ഈ യിരെമ്യാവിനോട് പറയും, നീ ഒരു കുശവൻ്റെ വീട്ടിലോട്ട് ചെല്ല്. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. കണ്ട, ആദ്യത്തെ ദ ഫസ്റ്റ് ക്രിയേഷൻ വാസ് നോട്ട് കറക്റ്റ്. അപ്പോൾ എന്ത് ചെയ്തു? എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ ഇവിടെ അതാണ്, കുശവൻ്റെ കയ്യിലിരിക്കുന്ന പാത്രം ആ ചക്രത്തേൽ വെച്ച് ഓടിച്ച് അവൻ ആ മണ്ണും വെള്ളവും കൂടെ നല്ല വെച്ചിട്ട് അതിന് ഷേപ്പ് ഉണ്ടാക്കി കഴിയുമ്പം ഉദ്ദേശിച്ച ഷേപ്പ് അല്ല വരുന്നത് എങ്കിൽ അതെടുത്ത് വാരിയെടുത്ത് വലുത് താഴോട്ട് എറിയുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഫോഴ്സ്ഫുള്ളായിട്ടാണ് എറിയുന്നത്. പിന്നെ അതെടുത്തിട്ട് വീണ്ടും വേറെ രൂപം, അതായത് കുശവൻ ഇഷ്ടമുള്ള പാത്രമാക്കുന്നു. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതം ഓരോരുത്തരുടെയും. പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഷൈൻ ചെയ്യുന്നത്. നമ്മുടെ ആഗ്രഹം ഒന്നായിരുന്നു, പക്ഷെ നമ്മളെ ദൈവം ഉപയോഗിക്കുന്നത് വേറെ തരത്തിലാണ്. കുശവൻ്റെ കയ്യിലിരിക്കുന്ന ആദ്യത്തെ പാത്രം ഉണ്ടാക്കിയപ്പോൾ കുശവന് യോഗ്യമുള്ള പാത്രമല്ലായതിനാൽ, നമുക്ക് യോഗ്യമല്ല, കുശവന് യോഗ്യമുള്ള പാത്രമല്ലായതിനാൽ, അല്ലെ യജമാനന് ഉപയോഗിക്കാൻ പറ്റാത്ത പാത്രമായതിനാൽ അതിനെ വീണ്ടും ഉടച്ച് താഴെ ഇട്ടേച്ച് വീണ്ടും അത് രണ്ടാമത് റീഷേപ്പ് ചെയ്ത് കുശവന് ഇഷ്ടമുള്ള പാത്രം പോലെയാക്കിയാണ്. അപ്പോൾ ഹീനപാത്രങ്ങളാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ അവൻ നമ്മളെ മാനപാത്രമാക്കുമെന്ന് വ്യക്തമായിട്ടും വചനം ആഗ്രഹിച്ച് പറയുന്നുണ്ട്. കർത്താവ് പറയുന്നത് യെശയ്യാ 59 അത് തന്നെ പറയുന്നത്, എന്നെ രക്ഷിപ്പാൻ എനിക്ക് കഴിയത്തില്ല, സഹായിപ്പാൻ എൻ്റെ കൈ എന്നെ കുറുകിപ്പോയോ, എന്നെ കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ ചെവി എന്നെ മന്ദമായിപ്പോയി. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ ഞാൻ നിങ്ങളെ ഒരു പാത്രമാക്കി ഈ ഭൂമിയിലാക്കിയിട്ട് ഇതിനകത്ത് നന്മയല്ലാതെ തിന്മയാണ് നീ ഉപയോഗിക്കുന്നത്. യജമാനന് പ്രയോജനമില്ലാത്തതാണ് എങ്കിൽ യജമാൻ ഉടച്ചു പോട്ടെ, ഉടഞ്ഞു പോട്ടെ, അങ്ങനെയുള്ളതെല്ലാം ഉടഞ്ഞു പോകട്ടെ, പകരം പുതിയൊരു പാത്രമാക്കി ദൈവം എടുത്ത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ യെശയ്യാ 61 അധ്യായത്തിനകത്ത് നമ്മളോട് കർത്താവിൻ്റെ ഒരു വരവിനെക്കുറിച്ച് എഴുതിയിട്ട് എന്താണ് യേശു ചെയ്യാൻ പോകുന്നത് വന്നു കഴിഞ്ഞിട്ടുള്ളതെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് അവൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുകയാണ്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുക, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവനെ അഭിഷേകം ചെയ്യും. യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. എന്തിനാ? ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. അപ്പോൾ പ്രസാദ വർഷം വരെയുള്ളതേ ദൈവം ലൂക്കോസിൻ്റെ സുവിശേഷം 4:18 ഇതെടുത്ത് വായിച്ചിട്ട് യേശുക്രിസ്തു പറയുന്നു, ഇതിന്ന് വായിച്ചതിനാൽ ഇത് സഫലമായി, അല്ലെങ്കിൽ ഇത് പൂർത്തിയാകുകയാണ്, പ്രോഫസി ഫുൾഫിൽ ചെയ്യുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ഓരോ അധ്യായത്തിൽ ചിലതിൽ നമ്മൾ തെറ്റുപറ്റിപ്പോകും. ഭാരപ്പെട്ടിട്ട് കാര്യമില്ല, ദൈവസന്നിധിയിലേക്ക് തിരിച്ചു പോവാം. കർത്താവ് നമ്മളാകുന്ന പാത്രങ്ങളെ ദൈവത്തിന് യോഗ്യമല്ലാത്തതിനെ മാത്രമേ ഉടച്ചു കളയത്തുള്ളൂ. അത് ഉടച്ചു കളഞ്ഞിട്ട് മാനപാത്രമാക്കി ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ദൈവം നമ്മുടെ അടുക്കൽ വന്ന് നിൽക്കുകയാണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള ഉദ്ദേശം എന്താണ്? നമ്മൾ ദുഃഖിതന്മാർക്കൊക്കെ ആശ്വാസം കൊടുക്കണം. അതിന് വേറെ പറയുന്നുണ്ട്, ബാക്കി ഭാഗത്ത് പറയുന്നത് 61 സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാരും കൊടുപ്പാൻ മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടവന് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതലയെന്നും. ദൈവത്തിൻ്റെ നീതിവൃക്ഷവും ദൈവത്തിൻ്റെ നടുതലയായിട്ട് നമ്മൾ മാറണം. അതാണ് കർത്താവ് ആവർത്തന പുസ്തകം 28 പറയുന്നല്ലോ, അവൻ നിന്നെ വാലല്ല തലയാക്കും. നീ ചെയ്യുന്നതൊക്കെ സഫലം. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹം, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കും. നീ എവിടെ ചെന്നാൽ അവന് അനുഗ്രഹം, നിൻ്റെ കാല് തൊട്ടുന്നിടം അവന് അനുഗ്രഹം. അബ്രഹാമേ നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു. ഇതൊക്കെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സത്യത്തിൽ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ?
ഞാൻ ദൈവത്തിൻ്റെ മാനപാത്രമാണ്. ഞാൻ ആളുകൾ എന്ത് പറയട്ടെ, അതിനകത്ത് കാര്യമില്ല. പക്ഷെ എൻ്റെ ഉടമസ്ഥന് ഞാൻ ഉപയോഗമുള്ള പാത്രമാണ്. ചിലപ്പോൾ ആദ്യത്തെ നമ്മുടെ വേർഷൻ കറക്റ്റ് അല്ലായിരിക്കാം, പക്ഷെ കർത്താവ് ഉടച്ച് മാറ്റി വെച്ചു പുതിയതായിട്ട് അവൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച്. നമുക്കൊരു വിളിയുണ്ടെന്ന് പറയുന്നത് അതാണ്. ആ വിളിക്ക് യോഗ്യമായിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് ചിന്താമണ്ഡലങ്ങളിൽ ദൈവത്തിന് വിപരീതമായിട്ട് വരുന്നതിനെല്ലാം പുൾ ഡൗൺ ചെയ്യണം. ബ്രിങ് ഡൗൺ, അതാണ് പുൾ ഇറ്റ് ഡൗൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവേ, നീ എന്നെ ഹീനപാത്രമല്ല മാനപാത്രമാക്കാൻ നീ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഇന്ന് ബോധ്യം വന്നു. നീ എന്നെ ആത്മാവിൽ നിറച്ചിട്ട് പുതിയ വ്യക്തിയാക്കി മാറ്റുന്നതിന് നന്ദി. അത് നിനക്കല്ലാതെ ആർക്കും അത് ചെയ്യാൻ സാധിക്കത്തില്ല. ഇത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറ്റം പറയും, ഭർത്താവ് ഭാര്യമാരെ കുറ്റം പറയും. ചിലർ പറയും, നീ വന്നതോടെ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം നശിച്ചു പോയി. ചില പിള്ളേരെ നോക്കിയ ചപ്പനമ്മ പറയും, നീ ഉണ്ടായത് എൻ്റെ കുടുംബം ഞങ്ങൾക്കൊരു ശാപമായിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഓർക്കണേ, നമ്മൾ ദൈവത്തിൻ്റെ ഹിതമല്ല പറയുന്നത്. കർത്താവിന് നമ്മളെല്ലാവരും പൊന്നു ഓമന മക്കളാണ്. നമ്മളവൻ്റെ മാനപാത്രമായിട്ട് അവൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണാണെന്ന് ഓർക്കുക. ഏത് രൂപത്തിൽ രൂപാന്തരപ്പെടുത്തുന്ന അപ്പനമ്മമാർ ശ്രദ്ധിക്കണം, അധികാരികൾ ശ്രദ്ധിക്കണം, വചനം പറയുന്നവർ ശ്രദ്ധിക്കണം, പ്രൊഫസി പറയുന്നവർ ശ്രദ്ധിക്കണം. ദൈവനാമത്തിൽ നമ്മൾ അനേകരെ ശുദ്ധപാത്രമാക്കി മാറ്റാൻ, മാനപാത്രമാക്കി മാറ്റാൻ ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഹീനപാത്രമാകുന്ന ഞങ്ങളെയൊക്കെ മാനപാത്രമാക്കിയത് കർത്താവിൻ്റെ രക്തം കൊണ്ട് മറുവിലയായിട്ട് കൊടുത്ത് വാങ്ങിച്ചതുകൊണ്ടാണ്. കുശവൻ്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് എത്ര പ്രാവശ്യം ആ മനുഷ്യൻ നിലത്തെറിഞ്ഞു കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള രൂപത്തിലാക്കുന്നിടം വരെയും അത് വെച്ച് പണിത് ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യമായിട്ടുള്ള ലോകപ്രകാരമായി പ്രശംസ, ദൈവത്തിൻ്റെ മഹത്വത്തിനെതിരായിട്ട് തന്നെത്താനെ പ്രയത്നിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് നാൾ ദൈവം അങ്ങ് മിണ്ടാതിരിക്കും. അത് കഴിയുമ്പം കർത്താവ് കുശവനെ പോലെ ഇങ്ങോട്ട് വന്നിട്ട് അതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞേച്ച് ഈ ജെറമയ പറയുന്നത് പോലെ ഉന്മൂലനാശമാക്കുവാനും പാറിപ്പാനും പൊളിച്ചു കളയാനും നശിപ്പിക്കാനും ഇല്ലാതാക്കുവാനും ജാഗരിച്ചതുപോലെ നടുവാനും പണിയാനും ഞാനിതാ ജാഗരിക്കുന്നു. അതാണ് കർത്താവേ നിൻ്റെ വാഗ്ദത്തം. നീ ഒരു കുശവൻ ആകയാൽ ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അടുത്ത തലമുറകളെ ഞങ്ങളെയൊക്കെ നീ ആത്മാവിൽ കർത്താവിനെ യോഗ്യമായ മാനപാത്രമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിച്ചതിന് സ്തോത്രം കർത്താവേ. നീ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവ്. ഹീനപാത്രങ്ങളായതിനെ ഉടച്ചു മാറ്റി മാനപാത്രമാക്കി കർത്താവെ നീ അത് രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഉദ്ദേശമെന്ന് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചുള്ള ഉദ്ദേശം എന്ന് യെശയ്യാ 61 വ്യക്തമായിട്ട് പറയുന്നു. കർത്താവെ, ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുക, ശിഷ്യന്മാരെ പോലെ പ്രവർത്തിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ ശിഷ്യന്മാരുടെ നാവ് പോലെ സംസാരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വം ദേശം മുഴുവനും പടരുവാൻ തക്കണം ധൈര്യത്തോടെ പറയാൻ അടുത്ത തലമുറകളെ എടുത്ത് ഉപയോഗിക്കണമേ. അനേക മക്കൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങട്ടെ. അപ്പച്ച, വിളവ് നിറഞ്ഞു കിടക്കുന്നു, കൊയ്ത്തിനോ ആളില്ല കർത്താവെ. കൊയ്തെടുക്കുവാൻ ഞങ്ങളുടെ തലമുറകളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനം കേൾക്കുക തന്നെയല്ല, അത് പ്രവർത്തിക്കാനും അത് ഫലവത്താക്കുവാനും വിളവെടുത്തിട്ട് അനേകർക്ക് പ്രയോജനമാക്കുവാനും വൃക്ഷം നിറച്ച് വയൽ നിറച്ച് നെൽമണികൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പച്ച, മാവേൽ നിറച്ച് മാങ്ങ കർത്താവെ, വൃക്ഷങ്ങളിന്മേൽ നിറച്ച് ഫലങ്ങളുണ്ടായി. ഇതെല്ലാം പിറക്കിയെടുത്ത് അനേകർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അനേക മക്കളെ ആവശ്യമുണ്ട്. വയലിലേക്ക് നീ ഇറക്കി വിടണമേ പിതാവെ. മനസ്സലിവ് തോന്നി നിനക്ക് ഇതമുള്ള നല്ല പാത്രങ്ങളാക്കി ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.